സി ഐ സാറേ, ദേ രണ്ടുപേരും ഇവിടെ ഇണക്കുരുവികളെ പോലെ മുട്ടിയൊരുമേ ഇരിപ്പുണ്ട്. എന്റെ മുമ്പിലുണ്ട് സാറേ രണ്ടുപേരും. ചാകുന്നതിന് മുമ്പുള്ള ആഘോഷത്തിനായി തുറന്നു വിട്ടിരിക്കുക രണ്ടുപേരും. അവരുടെ ജീവിതത്തിലെ അവസാനത്തെ യാത്ര സന്തോഷാവട്ടെ. മുത്തശ്ശിക്ക് പറയാൻ എളുപ്പ. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. മിണ്ടാതിരിക്കടി. നീ ഇപ്പോഴല്ലേ ഇത് തുടങ്ങിയത്? കുറച്ചുനാള് ഭ്രാന്തിയുടെ വേഷവും കെട്ടി സുകുമാരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അതെന്തിനാ? എനിക്ക് സൂഹിക്കാനാ? എടി, നിന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടിയാ. അന്നത് സഹിച്ചതിന്റെ പേരില ഏതെങ്കിലും വിധത്തിൽ നിന്നെ തിരിച്ചു കിട്ടിയതും നിനക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റിയതും. മുത്തശ്ശി പെണങ്ങല്ലേ മുത്തശ്ശി. ഞാനൊരു സങ്കടം പറയുമ്പോ മുത്തശ്ശി അതിലും വലിയ സങ്കടം എടുത്തോണ്ട് വരുവാണോ? എടി, ഇപ്പൊ വരുണിനെയും രാധികയും നമുക്ക് വിളിച്ചു വരുത്താൻ മാർഗമില്ല. പക്ഷേ വരുമല്ലോ. രാധികയായതുകൊണ്ട് അധികം കാലം കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയൊന്നുമില്ല. അച്ഛനെ അമ്മയും കാണാൻ മുട്ടുന്നു എന്ന് പറഞ്ഞിട്ടേ അവൾ ഓടി ഇഞ്ഞു വരും. തിരിച്ചു വന്നാലേ അവളെ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങള് നമ്മൾ വേറെ നോക്കില്ലടി. വിഷം കലക്കിയാൽ പോലും വേറെ ആളെ അടുത്ത് കുടിക്കുന്നെ. ഈ അച്ഛൻ നിത്യേനെ പൂജ ചെയ്യുന്നത് അവക്ക് വേണ്ടിയാണോ മുത്തശ്ശി? അല്ലാതെ ഇവക്ക് എങ്ങനെ ഇത്രയും പവർ കിട്ടുന്നേ? നിന്റെ അച്ഛന്റെ കാര്യത്തിലേ എനിക്ക് നല്ല സംശയമുണ്ട്. ഏതെങ്കിലും നിത്യപൂജയൊക്കെ അവളുടെ പേരിൽ കഴിക്കുന്നുണ്ടാവും. പക്ഷേ ദൈവങ്ങൾ കണ്ണടയ്ക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ ഒരു സമയം നമുക്ക് കിട്ടുവടി. ആ, എന്തായാലും ഈ ജന്മത്ത് കണിമംഗലത്ത് തിരിച്ചു കയറി ചെല്ലാൻ പറ്റുമെന്ന് നീ കരുതിയില്ലല്ലോ. പക്ഷേ അവിടെ ചെന്ന് കേറിയില്ലേ? ബാക്കിയൊക്കെ നമുക്ക് നോക്കാം മോളെ. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. മുത്തശ്ശിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ശരി മുത്തശ്ശി. ആ അതെ, ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാലേ അപ്പൊ എന്നെ അറിയിക്കണം. ശരി മുത്തശ്ശി.
മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെ സന്തോഷമുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. നമ്മളുടെ ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ ഇപ്പൊ പ്രശസ്തയല്ലാത്ത, എന്നാൽ നാളെ സംഗീതലോകം കീഴടക്കാൻ പോകുന്ന ഒരു പ്ലേ ബാക്ക് സിംഗറുണ്ട്. ഒന്നോ രണ്ടോ സിനിമകൾ ഓൾറെഡി പാടുകയും പ്രശസ്ത സംഗീതജ്ഞ ശ്യാമയുടെ അതേ സ്വരമെന്ന് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത ശ്രീമതി രാധികയെ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ ക്ഷണിക്കുന്നു. ശ്രീമതി രാധിക മിസ്റ്റർ വരുണിന്റെ ഭാര്യയാണ്. മാഡം ഒന്ന് വരണം. എനിക്കൊന്നും അറിയില്ല. ആ അയ്യോ, ഇതൊക്കെ എന്താ? ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ ഗസ്റ്റുകളുടെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കിയല്ലേ പറ്റൂ. സർ, മിസ്സിസ് ഒരു പാട്ട് പാടുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? ഇറ്റ്സ് ഓക്കേ. പോയി പാടും. വേണോ? ഈ കാര്യമായിട്ട് ക്ഷണിച്ചതല്ലേ? ചെല്ല്. പ്ലീസ് മാഡം.